മലപ്പുറത്ത് തെരുവ് നായയുടെ കടിയേറ്റ 5.5 വയസ്സുകാരിക്ക് പ്രതിരോധ വാക്സിൻ എടുത്ത ശേഷവും പേവിഷബാധ. കുട്ടി ഗുരുതരാവസ്ഥയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. മാർച്ച് 29-നാണ് കുട്ടിക്ക് കടിയേറ്റത്. തലയ്ക്കും കാലിനും ഗുരുതരമായി പരിക്കേറ്റു. ഇനി ഒരു കുട്ടിക്ക് ഇത് ആവർത്തിക്കപ്പെടരുത് എന്നുള്ളതാണ് ഞങ്ങളുടെയൊക്കെ ആഗ്രഹം. കാരണം തെരുവ് നായകളുടെ ശല്യം അതിരൂക്ഷമായിക്കൊണ്ടിരിക്കുക തന്നെയാണ്. ഇത് എന്ത് നിയമങ്ങൾ മാറ്റിമറിച്ചിട്ടെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതാണ് നാട്ടുകാരുടെയൊക്കെ ആവശ്യം. ഇല്ലെങ്കിൽ നാട്ടുകാരും പ്രതിഷേധത്തിലും പ്രതിസന്ധിയിലേക്കൊക്കെ പോവുകയാണ് എന്നുള്ളതാണ് ഇതിന് പ്രയാസം. ഏതായാലും കുട്ടി മെഡിക്കൽ കോളേജിൽ അതീവ ഗുരുതരാവസ്ഥയിൽ ആ ഒരു പ്രയാസമുണ്ട് ഇക്കാര്യത്തിൽ. മലപ്പുറത്ത് നിന്ന് CB അനുമോദ്, കോഴിക്കോട് നിന്ന് MS അനീഷ് കുമാറും ചേരുന്നുണ്ട്. ആദ്യം അനുമോദിലേക്ക്. അനുമോദ്, ഈ കുട്ടി തെരുവ് നായയുടെ കടിയേറ്റ ഉടൻ തന്നെ വാക്സിൻ എടുത്തിരുന്നോ? എന്നിട്ടും ഗുണമുണ്ടായില്ല. അത് ഏത് തരത്തിലുള്ള പരാതിയാണ് പറയുന്നത്? പ്രധാനമായിട്ടും എവിടെയെല്ലാമാണ് കുട്ടിക്ക് കടിയേറ്റത് എന്ന് കൂടിയാണ് പറയുന്നത്. എന്താണ് കുട്ടിയുടെ സ്ഥിതി ഇപ്പോൾ? അപർണ, കഴിഞ്ഞ മാർച്ച് 29-നായിരുന്നു കുട്ടിക്ക് തെരുവ് നായയുടെ കടിയേറ്റത്. തലയിലും കാലിലുമെല്ലാം കടിയേറ്റു. തലയിലും ഗുരുതരമായി പരിക്കേറ്റിരുന്നു. അന്ന് തന്നെ കുട്ടിയെ തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിലേക്കും അവിടെ നിന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. അന്നേ ദിവസം മറ്റ് 5 പേർക്ക് കൂടി ഇതേ നായയുടെ കടിയേറ്റിരുന്നു. തുടർന്ന് എല്ലാവർക്കും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വാക്സിൻ നൽകുകയും തുടർന്ന് ഇവരൊക്കെ തിരിച്ചെത്തുകയും ചെയ്തു. കുട്ടിയും തിരിച്ചു കൊണ്ടുവന്നു. പക്ഷേ ഒരു മാസത്തിന് ശേഷം അതായത് ഏതാണ്ട് കഴിഞ്ഞ ആഴ്ചയാണ് കുട്ടിക്ക് ഈ ഒരു ലക്ഷണങ്ങൾ, പേവിഷബാധ ലക്ഷണങ്ങൾ തുടങ്ങിയത്. ആദ്യം പനിയും തുടർന്ന് മറ്റ് ലക്ഷണങ്ങളും കാണിച്ചു. അതിനെ തുടർന്ന് കുട്ടിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോവുകയും അവിടെ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. കഴിഞ്ഞ ദിവസമാണ് ഈ കുട്ടിയുടെ ലക്ഷണങ്ങൾക്കുള്ള ചികിത്സയ്ക്ക് പുറമെ പരിശോധനാ ഫലങ്ങൾ കൂടി വന്നത്. അതിൽ റാബീസ് ആണെന്ന് കണ്ടെത്തിയിരുന്നു. അപ്പോഴേക്കും കുട്ടിയുടെ ആരോഗ്യസ്ഥിതി അതീവ ഗുരുതരാവസ്ഥയിലേക്ക് മാറുകയും മോശമാവുകയും ചെയ്തു. കുട്ടിയെ കാണുവാനോ അല്ലെങ്കിൽ അത്തരത്തിലൊന്നും കഴിയാത്ത ഒരു സാഹചര്യമാണുള്ളത്. കുട്ടി ഇപ്പോൾ അതീവ ഗുരുതരാവസ്ഥയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണുള്ളത്. ഇതിൽ പ്രധാനമായിട്ടും ഉയരുന്ന ആക്ഷേപം മറ്റ് ഇടങ്ങളിലെ കടിയേൽക്കുന്ന പോലെയല്ല, തലയ്ക്ക് കടിയേൽക്കുമ്പോൾ അതിന് കുറെ കൂടി ഗൗരവം കൊടുക്കേണ്ടതായിരുന്നു. അത്തരത്തിൽ കുട്ടിയെ കിടത്തി ചികിത്സിക്കാൻ അന്ന് തന്നെ അധികൃതർ ശ്രദ്ധിക്കണമായിരുന്നു എന്ന ആക്ഷേപമാണ് ഈ ഒരു ഘട്ടത്തിൽ ഉയരുന്നത്. ഈ കുട്ടിക്കൊപ്പം തന്നെ കടിയേറ്റ മറ്റ് ആളുകളൊക്കെ തന്നെ ഇതുവരെ മറ്റ് പ്രശ്നങ്ങളൊന്നും കാണിച്ചിട്ടില്ല. അവർക്ക് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളും ഇതുവരെ ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ കുട്ടിയുടെ പരിക്ക്, തലയിലേറ്റ പരിക്കായതുകൊണ്ട് തന്നെ അതിന് കുറേ കൂടിയൊരു ജാഗ്രത അല്ലെങ്കിൽ ചികിത്സ നൽകേണ്ടതായിരുന്നു എന്ന തരത്തിലുള്ള ആരോപണങ്ങളാണെങ്കിൽ ആക്ഷേപങ്ങളാണ് ഉയരുന്നത്. ഈ കുട്ടിയടക്കം 6 പേരെ കടിച്ച തെരുവ് നായയെ പിറ്റേ ദിവസം തന്നെ കൊന്നിരുന്നു, അല്ലെങ്കിൽ ചത്ത നിലയിൽ കണ്ടെത്തിയിരുന്നു. ആ നായയുടെ പരിശോധന, റാബീസ് ഉണ്ടായിരുന്നോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ പരിശോധന നടന്നില്ല എന്ന തരത്തിലുള്ള ആരോപണവും ഉയരുന്നുണ്ട്. എന്തുതന്നെയാണെങ്കിലും അതീവ ഗുരുതരമായ ഒരു ആശങ്കയാണ് ഈ കുട്ടിയുടെ അവസ്ഥ ഇത്തരത്തിൽ ആയതിന് പിന്നാലെ തന്നെ പെരുവള്ളൂർ മേഖലയിൽ ഉയരുന്നത്. കാരണം ചികിത്സ നൽകിയിട്ടും ആ കുട്ടിയുടെ കാര്യത്തിൽ അത് ഫലിച്ചില്ല, മറിച്ച് റാബീസിലേക്ക് കാര്യങ്ങൾ എത്തി എന്നുള്ളത് ചികിത്സയിലെ പിഴവാണോ അതോ അധികൃതരുടെ ഈ വിഷയം കൈകാര്യം ചെയ്തതിലെ പിഴവാണോ, വാക്സിൻ എടുത്തതിലുള്ള പിഴവാണോ എന്നീ തുടങ്ങി വിവിധ ചോദ്യങ്ങളാണ് ഉയരുന്നത്. എന്താണെങ്കിലും ഏറെ ആശങ്കയിലാണ് നാടൊന്നാകെ ഈ ഒരു സംഭവത്തിൽ.